ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുധാമു ചാനലിൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ മഴത്തോഴും മുമ്പേടെ ഒരു നാളത്തെ പ്രമോയായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ തുടർന്ന് കാണണമെങ്കിൽ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിക്കോളൂ. കൂടെ ഹൈപ്പും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നാളെ വരാനിരിക്കുന്ന നമ്മുടെ മഴത്തോറും മുമ്പേടെ സീരിയലിൻ്റെ അലീനയുടെയും മണിശങ്കറിൻ്റെയും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ? നിങ്ങൾ നമ്മുടെ വീഡിയോ കേൾക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുതേ കൂട്ടുകാരെ. കാരണം നമ്മൾ ഇടുന്ന സീരിയലിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായി എത്തണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിൻ്റെ സബും കൂടെ ചെയ്ത് വെച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കേണ്ട നമ്മുടെ കഥയിലോട്ട് പോയാലോ? അങ്ങനെ നമ്മുടെ അലീന നമ്മൾ രോഹിത്തിനെ കൊണ്ട് എല്ലാവരുടെയും, അതായത് ബാലേന്ദ്രൻ്റെയും അനിരുദ്ധിമാരുടെയും ഒക്കെ അടുത്ത് മനസ്സുകൊണ്ട് മാപ്പ് അപേക്ഷിക്കണം. താൻ ചെയ്തു പോയ തെറ്റ് എല്ലാവരും പുറത്ത് എന്നുള്ളത് അലീന ഇങ്ങനെ പറഞ്ഞ് രോഹിത്തിനും ബാലേന്ദ്രനോടും പറഞ്ഞു. വളരെ എന്താ പറയുക, ഒരു വികാര നിർഭരമായ നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ മഴയത്തു മുമ്പ് കടന്നു പോകുന്നത്. രോഹിത്തിനെ സംബന്ധിച്ച് ഒരിക്കലും അങ്ങനെ ഒരു ക്യാരക്ടർ മനസ്സിൽ പോലും നമുക്ക് കാണാൻ ചിന്തിക്കാനോ പറ്റാത്ത ആളായിരുന്നു രോഹിത്ത്. പക്ഷേ ഒരു തെറ്റ് മനസ്സിലായി മനസ്സുകൊണ്ട് സ്വന്തം അച്ഛനോടും പെങ്ങന്മാരോടും അടുത്തൊക്കെ ആ ഒരു മാപ്പ് അപേക്ഷ രോഹിത്ത് കാണിക്കുക. അതിനുശേഷം വൈജയന്തിയുടെ അടുത്ത് പോയി ആ മാപ്പ് അപേക്ഷിക്കുക. അങ്ങനെ ഇന്നലത്തെ ഇന്ന് നമ്മൾ കണ്ട സീൻ നമ്മുടെ ബാലേന്ദ്രൻ്റെ അടുത്ത്, ബബിതയുടെ അടുത്തും കൃഷ്ണമോളുടെ അടുത്തും ഒക്കെ മാപ്പ് അപേക്ഷിക്കുന്ന സീനാണ്. അത് കഴിഞ്ഞു നമ്മുടെ രോഹിത്ത് നേരെ നമ്മുടെ വൈജയന്തിൻ്റെ അടുത്തിലോട്ടാണ് പോവുക. നമ്മുടെ രോഹിത്ത് മാപ്പ് അപേക്ഷിക്കണം കണ്ടിട്ട് നമുക്ക് കാണുന്നവർക്ക് വരെ സങ്കടം വന്നു. കാരണം അമ്മയുടെയും മാപ്പ് അപേക്ഷിക്കണമല്ലോ. അതുകൊണ്ട് അമ്മയുടെ അടുത്തേക്കാണ് ഇനി അടുത്ത പോക്ക്. താൻ ചെയ്തത് തെറ്റ്, താൻ കാരണം അവരൊക്കെ അനുഭവിക്കേണ്ടി വന്ന മാനസിക സംഘർഷം, അതൊക്കെ മാപ്പ് അപേക്ഷിക്കാൻ പറ്റാത്ത തെറ്റാ തന്നെയാണ്. പക്ഷേ എങ്കിലും മനസ്സുകൊണ്ട് ഒരു മാപ്പപേക്ഷ രോഹിത്ത് നടത്തിയാണ്. അങ്ങനെ വൈജയന്തിയുടെ റൂമിൽ ചെന്ന് എന്തൊക്കെയോ വൈജയന്തി ചോദിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് സങ്കടത്തോടുകൂടെ തന്നെ അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ ഞാൻ അറിയാതെ അതെ, ഇനി ഒരു തെറ്റിലോട്ട് ഞാൻ പോവില്ല. അമ്മയോട് ഒരുപാട് ബുദ്ധിമുട്ടും മാനസികമായിട്ടും നാണക്കേടൊക്കെ ഞാൻ കാരണം വരുത്തി. പക്ഷേ ഇനി അങ്ങനെ ഒരു ഇതുണ്ടാവില്ല എന്ന് അമ്മയോട് മാപ്പ് അപേക്ഷിക്കുക. അമ്മ ക്ഷമിക്കണം എന്നൊക്കെ പറയുക. ഇത് കേട്ടപ്പോൾ തന്നെ വൈജയന്തി പറയുകയാണ്, അല്ലെങ്കിൽ അമ്മമാരങ്ങനെയാണല്ലോ, നാണക്കേടുണ്ടാക്കിയാണോ നീ എന്നെ പറയണേ? ഞാൻ ഈ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഓരോരുത്തരൊക്കെ വന്ന് കാണിച്ചതും പറഞ്ഞതും ഞാൻ ഇന്നും മറന്നിട്ടില്ല. നിനക്കറിയോ എന്തൊക്കെയാ പറഞ്ഞിട്ട്? വൈജയന്തി അങ്ങോട്ട് രോഹിത്തിനെ ഷൗട്ട് ചെയ്യാണ്. കേട്ടിരിക്കണവർക്ക് തന്നെ സങ്കടം കാണും. കേട്ടല്ലാതെ വൈജയന്തി ക്യാരക്ടർ അങ്ങനെയാണല്ലോ, ഒരുമയുടെ ഇല്ലാണ്ട് ആകെ ഒരു ഇതായിട്ട് അങ്ങനെ ഭയങ്കര ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ രോഹിത്ത് എല്ലാം കുനിഞ്ഞ് നിന്ന് കേട്ടു. കേൾക്കാതെ നിവൃത്തിയില്ലല്ലോ കൂട്ടുകാരെ. അതിന് മറുപടിയായി രോഹിത്ത് ഒന്നും പറഞ്ഞില്ല. കാരണം താൻ തെറ്റുകാരനാണ്. അപ്പം അമ്മ പറയുന്ന കുറ്റപ്പെടുത്തലുകൾ താൻ കേൾക്കാൻ ബാധ്യസ്ഥനാണ്. അതിന് വേറൊരു പ്രതിസന്ധിയില്ല. അങ്ങനെ രോഹിത്ത് സങ്കടത്തോടുകൂടി അമ്മ പറയുന്ന എല്ലാം കേട്ട് തല കുനിച്ച് നിൽക്കുക. എല്ലാം കേട്ടുകൊണ്ടിരിക്കുക. നേഴ്സുമാരും പത്രക്കാരും വരുന്ന ന്യൂസുകളും അങ്ങനെ വേണ്ട എല്ലാം അവൻ നാണം കെട്ട് സഹിച്ചാണ്. ഞാൻ ഹോസ്പിറ്റലിൽ റൂമിൽ കഴിഞ്ഞാൽ അങ്ങനെയാണ് വൈജയന്തി കുറ്റപ്പെടുത്തുകയാണ്. അങ്ങനെ എല്ലാം അവൻ മാപ്പ് തരണേന്ന് അമ്മയോട് പറയാം. ഇനി ഒരു തെറ്റിലേക്ക് ഞാൻ പോവില്ല. ഇതൊക്കെ കാരണം ഹരിയുടെ കൂടെ നിൻ്റെ കൂട്ടുകെട്ടാന്ന് പറയാം. അന്നും ഞാൻ പറയും, ഹരിയുടെ കൂടെ കൂട്ടുകൂടിയിട്ടാണ് ഇങ്ങനെ പിഴച്ചു പോയതെന്നാണ് അവരുടെയൊക്കെ വിശ്വാസം. അവൻ്റെ കൂട്ടുകൂടിയാൽ നീ ചീത്തയാകും. ഇപ്പോൾ കണ്ടല്ലോ, നിനക്ക് മതിയായല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും അമ്മ വഴക്ക് പറയാം. അപ്പം എല്ലാത്തിനും മാപ്പ് പറഞ്ഞ് രോഹിത്ത് പറഞ്ഞു, അമ്മ അലീന ചേച്ചിയുടെ കൂടെ കുറച്ചുകൂടെ ഒരു ഇതായിട്ട് പെരുമാറുന്ന. അപ്പോൾ അതേ അമ്മ പിന്നെയും പറയുകയാണ് എന്ന് പറഞ്ഞു. അലീന ചേച്ചിയോ? കണ്ടില്ലേ അവൻ്റെ അലീന ചേച്ചിയോടുള്ള സ്നേഹം. ആ ഒരുമ്പെട്ടോള് കാരണം മാത്രമാണ് ഈ കുടുംബത്തിൽ ഈ മാതിരി ആയത്. അതിപ്പോൾ അവളും നിന്നെ കയ്യിലെടുത്തു അല്ലേ? ബബിതയും നിന്നെ കൂടെ കയ്യിലെടുത്തു.
ആദ്യ ബാലേന്ദ്രനും പിന്നെ കൃഷ്ണമോളെ ഇപ്പോൾ ദേ ബബിതയും നീയും എടാ നീയൊക്കെ അവരുടെ കൂടെ കൂടിക്കോ, പക്ഷെ അതിനൊന്നും എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞാൽ അമ്മ അങ്ങോട്ട് തെറിക്കുക. തെറ്റാ, എന്ത് തെറ്റാ അലീന ചേച്ചി ചെയ്തത്? എന്ത് തെറ്റാ രോഹിത് ചോദിക്കുകയാണ്. അവൾ എന്ത് ചെയ്യുന്നോ? എൻ്റെ കുടുംബം താറുമാറാക്കി എന്ന് പറയാണ്. ഇപ്പം അധികാരവും ആർക്കാടാ ഈ വീട്ടിൽ? എനിക്കൊരു പട്ടിയുടെ വിലയുണ്ടല്ലോ. ഈ കുടുംബത്തിന് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട് വൈജയന്തി അങ്ങോട്ട് തെറിക്കുക, അങ്ങോട്ട് തെറിക്കുക. അപ്പോൾ രോഹിത് മനസ്സിലായി എന്തായാലും അമ്മ നന്നാവാൻ പോകുന്നില്ല എന്ന്. അപ്പം അമ്മ നന്നാവില്ല എന്ന് അവന് മനസ്സിലായി. അപ്പം അമ്മ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നുള്ള രോഹിത്തിന് മനസ്സിലായി. അതുകൊണ്ട് രോഹിത്ത് അങ്ങോട്ട് പോവുക, പറയാനായിട്ട് വൈകി സമ്മതിക്കില്ല. അമ്മാതിരി അലീനേനെ അങ്ങോട്ട് കുറ്റപ്പെടുത്തും. പിന്നെ ഒരുമ്പെട്ടോള അതാ ഇതാന്നും പറഞ്ഞ് അവളെ അങ്ങോട്ട് അവസാനം രോഹിത്ത് അവിടെ നിന്ന് പോവാണ്. നേരെ കയറി റൂമിൽ പോവാണ്. ഇതേ സമയം നമ്മുടെ അലീന നമ്മുടെ ബാലേന്ദ്രൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. കേട്ടോ അപ്പോൾ ബാലേന്ദ്രൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ഓർക്കുക, അതായത് ഇത്രയും വലിയൊരു നാണക്കേടുണ്ടായിട്ട്, നാണക്കേട് രോഹിത് ജയിലിൽ പോകണു, അങ്ങനത്തെ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും 2 പെൺമക്കൾക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റില്ല. അവർക്ക് കോളേജിൽ പോകാൻ പറ്റണില്ല, അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റണില്ല. ഒരു സിറ്റുവേഷനായിരുന്നു. പക്ഷെ അതെല്ലാം തരണം ചെയ്തു. ഇപ്പോൾ എൻ്റെ മകൻ ജാമ്യം കിട്ടി തിരിച്ചു വന്നു. ഇന്ന് ഈ കുടുംബം എൻ്റെ മക്കളെ കോരിയെടുത്ത് ഒരു കുടുംബമാക്കി സ്നേഹത്തോടെ കഴിയണം. മനസ്സ് വിദ്വേഷമോ വിരോധമോ ഒന്നുമില്ലാണ്ട് അവരങ്ങനെ മാതിരി ആക്കി ഒരമ്മ പോലെ, ഒരു അമ്മക്കിളി പോലെ എൻ്റെ മക്കളെ അലീന ഒരാളാണ് കാരണം. അപ്പോൾ അലീന ഇങ്ങനെ റൂമിലോട്ട് വന്നപ്പോൾ ബാലേന്ദ്രൻ ഇതൊക്കെ ഓർത്ത് ഇങ്ങനെ മനസ്സിൽ സന്തോഷം സങ്കടം ഒക്കെ ആയിരിക്കുന്ന നിമിഷങ്ങളായിരുന്നു ബാലേന്ദ്രൻ. അലീന അടുത്തേക്ക് ചെല്ലുകയാണ്. ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ മക്കളെ ഇന്ന് ഈ അവസ്ഥയിൽ വരെ അതിനോടൊപ്പം നീയും പോയി അവരെ അവിടെ നിന്ന് പടി കയറ്റി ഈ നിലയിൽ കൊണ്ടുപോയി. ബാലേന്ദ്രൻ്റെ കൈ പിടിച്ച് ആ ഒരു സ്നേഹപ്പെടുക. കാരണം എന്ന് വെച്ചാൽ ഒരു കുടുംബം ഭിന്നമായിട്ട് അങ്ങ് കുടുംബം മൊത്തത്തിൽ പോകേണ്ട ഒരവസ്ഥയാണ് വന്നത്. കൈകോർത്ത് നിൽക്കേണ്ടതല്ലേ, നിൻ്റെ മിടുക്ക് തന്നെയാണ് പറഞ്ഞു. കേട്ടപ്പോൾ അലീന പറഞ്ഞു, അച്ഛാ അങ്ങനെയൊന്നും ഇല്ല. രോഹിത്തും ബബിതയും കൃഷ്ണമോളും ഒക്കെ എൻ്റെ സ്വന്തം അനുജനും അനുജത്തിമാരും. അവരെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരണ എൻ്റെ ഉത്തരവാദിത്തമല്ലേ അച്ഛനാരാ? എൻ്റെ അച്ഛനല്ലേ എന്നൊക്കെ അലീന പറയാ. സങ്കടപ്പെട്ട ഒരു സ്നേഹം പ്രകടന സീനാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കണ വെച്ച അലീനയ്ക്ക് ഒരു ചെറിയ വയ്യായ്മ, തലവേദനയുണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ. അന്ന് ദിവസം ഒന്ന് കിടന്ന് അങ്ങനെ ഒരു ക്ഷീണമൊക്കെ മാറ്റാൻ നോക്കിയിരുന്നു. ഒരു ചെറിയ തലവേദന ഉണ്ട്, ഒക്കെ തലവേദന വരാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ട്. മറ്റേ രോഹിത്തിനെ സൂക്ഷിച്ചതും ഒക്കെ അലീനയാണല്ലോ. അപ്പോൾ ഒരു പനി അലീനയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഹോസ്പിറ്റലിലൊക്കെ പോയി ശുശ്രൂഷിച്ചതല്ലേ. അവിടേക്ക് അപ്പോഴൊക്കെ രോഹിത്തിൻ്റെ റൂമിലേക്ക് അലീന പോവുകയാണ്. കേൾക്കുന്ന കൂട്ടുകാരെ എല്ലാവരും കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ, ലൈക്ക് അടിക്കാൻ മറക്കരുത്. നീ ചിന്തിക്കുക അപ്പുറത്താണ്. സന്തോഷമായ മനസ്സിൽ പ്രയാസമൊക്കെ ഉണ്ട്. കാര്യം പറഞ്ഞാൽ ചേച്ചി എല്ലാവരുടെയും ഞാൻ മാപ്പ് പറഞ്ഞു. എനിക്ക് മനസ്സിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷേ മാപ്പ് പറഞ്ഞാലും ചേച്ചിയോട് അത് മതിവരില്ല. കാരണം ഇന്ന് എൻ്റെ ജീവിതം പുതിയൊരു ജീവിതത്തിലേക്കായത് ഇതിലും ഇത്രയും ഉയരങ്ങളിലോട്ട് എത്തിച്ചത് തന്നെ അത് അലീന ചേച്ചിയുടെ ഒരാളുടെ മിടുക്കാന്നൊക്കെ പറയാം. അലീന ആ സന്തോഷം രോഹിത്ത് പങ്കിടാണ് കേട്ടോ. അപ്പോൾ ചേച്ചി എന്നോട് പൊറുക്കണം, ഞാൻ ചേച്ചിയോട് ചെയ്ത തെറ്റ് അത്രയ്ക്കും വലിയ തെറ്റാന്നൊക്കെ പറയാണ്. രോഹിത്ത് മനസ്സറിഞ്ഞ് അലീനയോട് മാപ്പ് പറയുന്ന സീനൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ കൂട്ടുകാരെ? അന്നേ ദിവസം പോയി കിടന്ന് അലീന അങ്ങോട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം ഒരു വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അലീനയ്ക്ക്. പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് ആദ്യമായിട്ട് വൈജയന്തി അമ്മയെ കാണുന്നതും കൈകോർത്ത് കൂടി പിടിക്കുന്നതും വൈജയന്തിയായി സംസാരിച്ചതും ഒക്കെ ദേഷ്യങ്ങളാകും. പിന്നെ അതൊക്കെ ഓർക്കുവാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് കിടക്കുകയായിരുന്നു. പിറ്റേ ദിവസം നേരം വെളുക്കുന്ന സമയം അലീന എഴുന്നേറ്റു. പക്ഷേ എഴുന്നേറ്റെങ്കിലും ഒട്ടും പറ്റണില്ല. ശരീരം അങ്ങ് വല്ലായ്മയാണ്. എന്നിട്ടും അലീന കിച്ചണിൽ പോയി ബബിതയ്ക്ക് പോകണം, കൃഷ്ണമോൾക്ക് പോകണം, എല്ലാവർക്കും പോകണം, ബാലേന്ദ്രനൊക്കെ പോകണം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കണമല്ലോ. അലീന ഒരുവിധം കടിച്ചു പിടിച്ച് ഓരോന്നായി ചെയ്യണം. പക്ഷെ തല പൊട്ടുന്ന വേദനയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ആരോടും പറയുന്നൊന്നുമില്ല. അങ്ങനെ ഓരോന്നും ചെയ്ത് അപ്പോഴും നമ്മുടെ കൃഷ്ണ മോള് കിച്ചണിലേക്ക് കടന്നു വന്നു. അപ്പോൾ അലീനയുടെ മുഖമൊക്കെ വല്ലാണ്ട് വാടി വന്നു.
വല്ലാത്ത അവസ്ഥ എനിക്കാണ്. അതിന് ചോദിച്ചു മൂക്കുമൊക്കെ വാടിയിരിക്കണേ എന്താ പറഞ്ഞിട്ട് നെറ്റിയിൽ തൊട്ടപ്പോൾ പൊള്ളുന്ന പനിയാണ് അലീനയ്ക്ക്. അപ്പോൾ കൃഷ്ണമോൾ പറഞ്ഞു ചേച്ചിക്ക് പൊള്ളുന്ന പനിയാണ്. കൃഷ്ണമോൾ അപ്പോൾ തന്നെ ചേച്ചി പോയി വിടുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ മോളെ നീ പൊക്കോ കൊടുക്കില്ല, നീ സ്കൂളിൽ പോകാനുള്ള കാര്യമൊക്കെ ചെയ്തോ, ഞാൻ ചെയ്തോളാം എന്ന് പറയുകയാണ്. കൃഷ്ണമോൾ നേരെ ചെന്ന് ബബിതയുടെ അടുത്ത് ഇങ്ങനെ പറയാം, അലീന ചേച്ചിക്ക് ഭയങ്കര പനിയാണ്, പറ്റുന്നില്ല, തലവേദനയാട്ടോ, പാവം കിച്ചണിൽ നിൽക്കുക എന്ന് പറയാം. ബബിത നോക്കുമ്പോൾ അലീന വല്ലാണ്ട് നിൽക്കുക കേട്ടോ, പനിയോ പോലെയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ബബിത നേരെ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അച്ഛാ ഡോക്ടറിനെ വിളിച്ചു കൊണ്ടുവരൂ. ബാലേന്ദ്രൻ ചോദിക്കുക, എന്തിനാടി മോളെ? അത് അലീന ചേച്ചിക്ക് ഒട്ടും വയ്യാന്ന് പറയുകയാണ്, ഹോസ്പിറ്റലിൽ പോയിട്ട് ആ ഡോക്ടറെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് ചോദിച്ചു. അപ്പോൾ മെഡിസിൻ എന്തെങ്കിലും എങ്കിൽ കൊടുക്കാൻ പോലെ ഇല്ല അച്ഛാ, ഭയങ്കര പനിയാ, തലവേദനയാന്നൊക്കെ പറയുന്നുണ്ട് ബബിത പറയുക. അതിശയത്തോടെ നോക്കിയിട്ട്, കാരണം നമ്മുടെ ബബിത തന്നെയാണ് ഈ പറയണേന്ന് ഓർത്ത് പോവാട്ടോ. കണ്ണിന് പിടിക്കാത്ത ഒരാളാണല്ലോ വെപ്പൻ്റെ. പക്ഷേ അസുഖം വന്നപ്പോൾ എല്ലാവരും ബബിതയ്ക്ക്. പക്ഷേ ഇപ്പോൾ ഇതേ അലീന ചേച്ചിയോട് വേണ്ടി ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരികയൊക്കെ ചെയ്തു. അതിശയപ്പെട്ട് നോക്കുക, ബാലേന്ദ്രൻ അന്തം വിട്ട് നോക്കുക. അപ്പോൾ അച്ഛൻ പറ്റില്ലെങ്കിൽ പറയൂ എന്ന് പറഞ്ഞപ്പം ബാലേന്ദ്രൻ പറയാം, വേണ്ട ഞാൻ ഹോസ്പിറ്റലിൽ പോയി കാര്യം പറഞ്ഞ് മരുന്ന് മേടിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറയാം, നമുക്ക് ഡോക്ടറെ വിളിക്കാം, അല്ലെങ്കിൽ ഡോക്ടറെ കൊണ്ടുപോകാമെന്ന് പറയാം. അങ്ങനെ നേരെ നമ്മുടെ ബബിത അകത്തോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് വിക്സൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കും അലീനയ്ക്ക്. ചെന്നിട്ട് തലവേദനയൊക്കെ ഇങ്ങനെ ഭയങ്കര തലവേദന, അതൊക്കെ വിക്സൊക്കെ തേച്ച് കൊടുക്കുകയാണ്. അലീന നെറ്റിയിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഇടപെടലാണ് കൃഷ്ണമോളും. ഇത് കണ്ടപ്പോൾ കൃഷ്ണമോൾക്കും ഭയങ്കര സന്തോഷമായി, ബബിത കാണിക്കണം കണ്ടിട്ട്. മാറിയല്ലോ എന്ന ശ്രദ്ധാഗതി കൃഷ്ണമോൾക്കും വരികയാണ്. ബാമൊക്കെ തേച്ച് കൊടുത്തിട്ട് അലീന അടുത്ത് പറയാം, അലീന ചേച്ചി ഇങ്ങോട്ട് വന്ന് പോയി റൂമിൽ പോയി കിടക്കുന്നൊക്കെ പറയുകയാണ്. ബെഡ് കിടത്തിയിട്ട് എന്നിട്ട് ഒരു പുതപ്പൊക്കെ പുതപ്പിച്ച് കൊടുക്കുക കേട്ടോ. സ്നേഹമൊക്കെ ഉണ്ട്. അടുക്കളയിലെ കാര്യങ്ങളൊക്കെ കൃഷ്ണമോളും കൂടെ നോക്കിക്കോളാം എന്ന് പറയുക. പണി കഴിഞ്ഞിട്ട് ഞാനും ചെയ്യാം, കോളേജിലും പോകണ്ട, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പറഞ്ഞല്ലേ. ബബിത കേട്ടില്ല. അങ്ങനെ കിടത്തി. കൃഷ്ണമോളും ബബിതയും കൂടെ പോയി കിച്ചണിൽ പോയി എല്ലാ പണികളൊക്കെ ചെയ്യാണ്. അത്യാവശ്യം കുറച്ച് പണികളൊക്കെ തീർത്തു. അവർക്ക് കോളേജിലൊക്കെ പോകേണ്ടതല്ലേ. എന്നിട്ട് കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അലീന നിമിഷം കൊണ്ട് ഇങ്ങനെ ബബിത മുഖത്ത് കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുക. ബബിതയോ തൻ്റെ അനിരുദ്ധിയാണോ ഈ ചെയ്യുന്നതെന്നൊക്കെ മാറാൻ കഴിഞ്ഞ വല്ലാത്തൊരു മിറൈക്കൽ എന്നൊക്കെ പറയും ഓർക്കുക പുള്ളിക്കാരത്തി. അലീനയും ബബിതയും കാര്യങ്ങളൊക്കെ തോന്നുന്നത് കാരണം ഭയങ്കര അതിശയായിപ്പോയി. കാരണം ഇനിയിപ്പോൾ അലീനയ്ക്ക് വയ്യാത്തതുകൊണ്ടാവണോ? അങ്ങനെ ബബിത കൃഷ്ണമോളും കൂടെ ചേർന്ന് ശുശ്രൂഷ രംഗത്തെ കാര്യങ്ങളൊക്കെ ബബിത മോൾക്ക് നമ്മുടെ അലീന നമ്മുടെ രോഗത്തിന് ശുശ്രൂഷിച്ചതല്ലേ, കാര്യങ്ങളൊക്കെ കണ്ട് ഒരു പരിചയമായിട്ടുണ്ടല്ലോ. അങ്ങനെ നന്നായിട്ട് കെയർ ചെയ്യുകയാണ്. അലീനയും ബബിതയും കൃഷ്ണമോളും ഒക്കെ നന്നായിട്ട് കെയർ ചെയ്തു. ഇതൊക്കെയാണ് അടുത്ത സീൻ വരുന്നത്. ഏകദേശം നാളെ വരുന്ന എപ്പിസോഡാണ് ഈ പറഞ്ഞത്. കേട്ട് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. കാരണം തൻ്റെ മക്കളും കുടുംബം എല്ലാവരും ഒറ്റപ്പെടുത്തി, എൻ്റെ ആങ്ങളമാരും ഒക്കെ ഒറ്റപ്പെടുത്തിയ കുടുംബമാണ്. മൊത്തത്തിൽ തന്നെ ഒറ്റപ്പെടുത്തിയതല്ലേ. എല്ലാവരും പൊരുത്താൻ തയ്യാറായി. വൈജയന്തിയുടെ സീന്, പിന്നെ നമ്മൾ ചിന്നിമോളുടെ കേസ്, ചിന്നിമോളുടെ എല്ലാം സ്പോൺസർ ചെയ്യാൻ വേണ്ടിയുള്ള നമ്മുടെ മേള വരുന്നുണ്ട്. ഊർമിള നായർ വരുന്നുണ്ട്, ഊർമിള നായർ വരുന്നുണ്ട്. ആ കഥകളൊക്കെയാണ്. അപ്പോൾ അടുത്ത എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അറിയോ? അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ കേൾക്കുന്നതിനോടൊപ്പം ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈ ബട്ടൺ ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മഴ തോരും മുമ്പേ നാളെ വരാനിരിക്കുന്ന മഴ തോരും മുമ്പേ സീരിയലിലെ പ്രൊമോ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ. ഓക്കെ, ടേക്ക് കെയർ. താങ്ക് യു.